ഈ വർഷം തുടക്കത്തിൽ പാലക്കാട് നെന്മാറയിൽ ഒരു ചെന്താമര എന്ന പേരുള്ള ഒരു കുറ്റവാളി ജാമ്യത്തിലിറങ്ങി വീണ്ടും 2 കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ജാമ്യത്തിലിറങ്ങി വീണ്ടും ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 3-ന് തൃശ്ശൂർ പടിയൂർ കാറളം വെള്ളാനി കൈതവളപ്പിൽ മണി 74 വയസ്സുള്ള ഒരു വൃദ്ധയാണ്. അവരുടെ മകളാണ് രേഖ എന്ന 43 വയസ്സുകാരി. ഇവർ ഏകദേശം ജനുവരിയിലാണ് ഈ തൃശ്ശൂരുള്ള പഞ്ചായത്ത് ഓഫീസിന് സമീപം പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് താമസം ആരംഭിക്കുന്നത്. ഏകദേശം ഈ ഒരു സമയത്ത് 5 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ കോട്ടയം ഇത്തിത്താനം സ്വദേശിയായ ചങ്ങനാശ്ശേരിക്കടുത്ത് ഇത്തിത്താനം സ്വദേശിയായ പ്രേംകുമാർ എന്ന ഏകദേശം ഇവരുടെ സമപ്രായക്കാരനായ ഒരാളുമായി സൗഹൃദത്തിലാവുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും. ഇതിനുശേഷം പലപ്പോഴായി ഈ വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ രേഖയ്ക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ഈ ഭർത്താവായ പ്രേംകുമാറിന്റെ ഭാഗത്ത് നിന്നടക്കം വലിയ രീതിയിലുള്ള കുടുംബ കലഹം ആ വീട്ടിൽ സംഭവിക്കാറുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജൂൺ 2-ന്, അതായത് ഈ കൃത്യം നടക്കുന്ന ജൂൺ 3-ന്റെ തലേ ദിവസം തിങ്കളാഴ്ച ജൂൺ 2-ന് ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഈ രേഖയും അമ്മ മണിയും ചേർന്ന് നൽകിയിരുന്നു. പ്രേംകുമാറുമായി ഒരുമിച്ചാണ് ഇവരവിടെ ഇത് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി പോലീസ് സന്നദ്ധത അറിയിക്കുകയും പിന്നീട് അതൊരു കൗൺസിലിങ്ങിലേക്ക് മാത്രമാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചൊരു ക്രൈമിനെ ആദ്യമായി പരിഗണിക്കുന്നത്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധക്കുറവ്